അലോമി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി റിട്ടേൺസ്. അതെ, ഹലോ ഹലോ മമ്മി. ഹലോ മമ്മി 2 ആണ് ഈസി ആയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി അവർ തന്നിട്ടുണ്ട്. അല്ല, ഒരു ബിൽഡിംഗ്. അതെ, ഇല്ല, ഞാൻ പുറത്തുനിന്ന് ആള് വേണ്ടെന്നുള്ള ഇല്ലട്ടോ, അങ്ങനെയൊന്നും ഇല്ലട്ടോ. അവസാനം ഇന്ന് ഞാൻ ഏറിക്കാറല്ല, പടം ഫുള്ള് ഞാൻ ഏറാണ്. ഇനി പടം കഴിഞ്ഞിട്ട് ഏറിലേക്കേണ്ട കാര്യമില്ല. അപ്പോ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ. ഇവര് വേറെ ഒരു പ്ലാനൊക്കെ പറയണ്ടായിരുന്നു അച്ഛനെ, പക്ഷെ എനിക്ക് അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അത്രേ ഉള്ളൂ. പോസ്റ്റ് പ്രൊഡക്ഷൻ അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം എഫേർട്ടായിരുന്നു ഷാഡോ പോലെ കാണിക്കുക, ഹൊറർപടത്തിൽ കാണിക്കുക. ഹൊറർപടം കാണുമ്പോൾ ഏകദേശം ഒരു പ്രഡിക്ഷൻ ഉണ്ടാകും, ഇന്ന ഷോട്ടിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന മൂവ്മെന്റ് അവിടെ നടന്നിരിക്കും, അവിടെ ഒരു ഗോസ്റ്റ് വന്നിരിക്കും. ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു ഇത് ഫീലിംഗ് ആണത്. അത് ബ്രേക്ക് ചെയ്യണമെന്നത് ഇത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്തും. എത്രത്തോളം ഹാർഡ് വർക്ക് ആയിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഹൊറർ എലമെന്റ് ഒരുപാട് കയറ്റി വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നാമതിനകത്ത് മമ്മിയാണ്. എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളോട് യൂസ് ടു ആവും. പിന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ട സിനിമകളിലെല്ലാം നമുക്കറിയാം വരും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു ജംപ് സ്കെയർ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങളത് ഒബ്വിയസ്ലി ഞങ്ങളത് കുറച്ച് ഒഴിവാക്കിയത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ഫണ്ട് കയറി വരണം. പിന്നെ ഒരു 1 മാൻ ഷോ ഇതിനകത്ത് ഒരു സമയം വരെ കളിക്കുന്നുണ്ട്. ആ 1 മാൻ ഷോയ്ക്ക് ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ ആ പേടിയല്ല, പിന്നെ വേറെ തരത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഹൊററിനെ. ഈ ബിന്ദു പണിക്കറിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അത് ആരാണ് ബിന്ദു പണിക്കർ തന്നെ ഇത് ചെയ്യാമെന്നൊരു തീരുമാനം? വേറൊരു ചോയ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല. ബിന്ദു ചേച്ചി മതി ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചത്. ബിന്ദു ചേച്ചി എന്താ ചെയ്യണം? ബിന്ദു ചേച്ചി ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യുന്നു. ബിന്ദു ചേച്ചിക്ക് ഭയങ്കര ഇത് നല്ല കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്കറിയാം ചേച്ചി അത് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത പോലെ എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഉള്ള ഭയങ്കര ചെറിയ അല്ലേ ആക്ഷൻ പറയുന്നില്ല. തുടക്കം കാണിക്കുന്ന ഭയങ്കര രീതിക്കാണ് ബിന്ദു ചേച്ചി കാണിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്.